ഈ സയന്റിഫിക് നൊട്ടേഷൻ എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ഇതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവഗാഡോ നമ്പർ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും വലിയ നമ്പേഴ്സ് ഒന്നും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം അതിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോമാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സയന്റിഫിക് നൊട്ടേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് n ഇൻറ്റു 10⁻n എന്നാണ്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിജിറ്റ് ടേം ആയിരിക്കും. അതായത് n എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1.000 ആൻഡ് 9.999 ഇതിന് ബിറ്റ്വീൻ ആയിരിക്കും n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ n എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഡിജിറ്റ് ടേം ആയിരിക്കും. ഇനി ഈ സ്മോൾ en അതായത് ഈ എക്സ്പോണന്റ്, അതായത് ഈ ഒരു n എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അപ്പൊ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 232.508 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സയന്റിഫിക് നൊട്ടേഷനിലേക്ക് എഴുതേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.32508 ഇൻറ്റു 10⁻2 എന്നാണ്. അതേപോലെ തന്നെ 0.00016 സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്നതാണ് 1.6 ഇൻറ്റു 10⁻⁻4. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ 10ന്റെ പവർ ഈ എക്സ്പോണൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 232.508 ഇവിടുത്തെ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പൊ 232.508 ആണ്. അപ്പോൾ നമ്മൾ n എന്ന് പറയുന്ന നമ്പർ ഇതാണ് നമ്മളുടെ n. ഇവിടെ ഒരു ഒറ്റ നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ പോയിന്റ് വരുന്നത്. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇതിനെ മാറ്റേണ്ടത്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ കൊണ്ടുവരേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ ഇത് ഒരു തവണ ഉണ്ടെന്നു, പിന്നെ ഇവിടെ 2 തവണ ഉണ്ടെന്നു. അപ്പൊ പോയിന്റിന് ശേഷം 1 2 2 തവണയാണ് വന്നത്. ഇത് ലെഫ്റ്റിലോട്ട് 2 തവണ. അപ്പൊ ലെഫ്റ്റിലോട്ട് 2 തവണ നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 10⁻². ഈ 10ന്റെ പവർ 2 ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടത്? ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ, ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നതെങ്കിൽ എത്ര തവണ നമ്മൾ ജമ്പ് ചെയ്തു അത് ആയിരിക്കും നമ്മളുടെ 10ന്റെ പവർ ആയിട്ട് വരുന്നത്. ആ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിളിൽ 0.00016. അപ്പൊ അത് നമ്മൾ എഴുതിയിട്ടുള്ളത് 1.6 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് എപ്പോഴും ഡിജിറ്റ് ടേം ആയിരിക്കണം. അപ്പൊ 1ന് ശേഷം വേണം നമുക്ക് പോയിന്റ് വരാൻ. അപ്പൊ 1.6 ഇൻറ്റു 10⁻⁻4 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? അപ്പൊ നമ്മളുടെ നമ്പർ എന്തായിരുന്നു? 0.00016 ആണ് നമ്മളുടെ നമ്പർ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യേണ്ടത് 1ന്റെ ഇപ്പുറത്ത് വേണം നമുക്ക് പോയിന്റ് വരാൻ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് വേണം മൂവ് ചെയ്യാൻ. അപ്പൊ 1 2 3 4 4 തവണ നമ്മൾ മൂവ് ചെയ്തു. അപ്പൊ 4 തവണ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10ന്റെ പവർ എന്ന് പറയുന്നത് എത്ര തവണ നമ്മൾ മൂവ് ചെയ്തോ അത് എഴുതുക, പക്ഷെ നെഗറ്റീവ് സൈൻ എഴുതണം. അപ്പൊ 10⁻⁻4 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ 10ന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. റൈറ്റിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ 10ന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഈ സയന്റിഫിക് നൊട്ടേഷനിൽ ഇതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോണേണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് രണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതില് ഈ 10ന്റെ പവറിനെ നമ്മൾ മാറ്റി നിർത്തി അത് ആദ്യം കൺസിഡർ ചെയ്യാണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 38.64 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 10ന്റെ പവർ നോക്കാൻ. അതിനുശേഷമാണ് 10⁻5ഉം 10⁻8ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m+n ആണ് അല്ലേ? അതായത് 10ന്റെ പവർ എന്താണോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 10⁻5 ഇൻറ്റു 10⁻8 എന്ന് പറയുന്നത് എന്താണ്? 10⁻5
5 പ്ലസ് 8 അതായത് എന്താ 10⁻13 ആണ്. 10⁻13. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ആദ്യം 10ന്റെ ഭാഗം നമ്മൾ നോക്കരുത്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 38.64 10⁻13 കിട്ടി. എന്നിട്ട് ഇതിനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റാൻ. ഇതൊരു പ്രോപ്പർ വെയിലല്ല ഇത് കിടക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 3ന് ശേഷം പോയിന്റ് വന്ന രീതിയിലേക്ക് നമ്മൾക്ക് ആക്കണം. അപ്പൊ 3ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് വരുത്തണം. അപ്പൊ 3ക്ക് ശേഷം പോയിന്റ് വരുത്തണമെങ്കിൽ നമുക്കറിയാം 38.64 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഒരു തവണയാണ് മൂവ് ചെയ്തത്. അപ്പൊ ലെഫ്റ്റിലേക്ക് ഒരു തവണ മൂവ് ചെയ്താൽ 10ന്റെ പവർ ഒരു തവണ കൂടും. അപ്പൊ 10⁻13 ആയിരുന്നു, അതെന്തായിട്ട് മാറി? 10⁻14 ആയിട്ട് മാറി. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. അപ്പൊ നെക്സ്റ്റില് ഇവിടെ 9.8ഉം 2.5ഉം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24.50 നമ്മൾക്ക് കിട്ടും. പിന്നെ 10⁻²ഉം 10⁻6ഉം ഇപ്പൊ രണ്ട് മൈനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും വരുന്നത് പവർ? 10⁻² പ്ലസ് -6 എന്നായിരിക്കും വരുന്നത് അല്ലേ? അപ്പോ നമുക്കറിയാം പവർ രണ്ടും കൂടി പ്ലസ് ആണ് ചെയ്യേണ്ടത്. അതിനർത്ഥം 10⁻² പ്ലസ് മൈനസും -6 ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടുക. അപ്പൊ 10⁻8 ആയിരിക്കും ഇതിന്റെ പവർ വരുന്നത്. പക്ഷെ അങ്ങനെ എഴുതിയിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ അതല്ല. അവിടെ വെച്ച് നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പൊ അതായത് 24.50. അപ്പൊ ഇങ്ങോട്ടേക്ക് ഈ 2ന്റെ ഇപ്പുറത്ത് വേണം പോയിന്റ് വരാൻ. അപ്പോ ലെഫ്റ്റിലേക്ക് പോയിന്റ് വന്നു. അപ്പൊ ഒരു തവണയാണ് നമ്മൾ ജമ്പ് ചെയ്തത്. അപ്പൊ 10⁻8 ആയിരുന്നു നമ്മളുടെ പവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 10⁻8 ആണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്തു? ഒരു തവണ ജമ്പ് ചെയ്ത കാരണം +1 ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 10⁻7 ആയിരിക്കും അവിടുത്തെ പവർ വരുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് ഡിവൈഡ്. ഡിവൈഡ് എന്ന് പറയുന്നതും ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ 2.7ഉം 5.5ഉം ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷമാണ് ഈ 10ന്റെ ഭാഗം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 2.7 ഡിവൈഡഡ് ബൈ 5.5 ചെയ്യുമ്പോൾ നമുക്ക് 0.4909 നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം a⁻m/a⁻n എന്ന് പറയുന്നത് എന്താണ്? a⁻m - n ആണ്. അപ്പൊ 10ന്റെ പവേഴ്സ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 10⁻³ ഡിവൈഡഡ് ബൈ 10⁻4 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പവേഴ്സിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 10⁻³ - 4 എന്നായിരിക്കും വരുന്നത്. അപ്പൊ 10⁻³ - 4 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻7. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ആൻസർ കിട്ടുന്നത്. പക്ഷെ അവിടെ വെച്ച് നമ്മൾ നിർത്തരുത്. എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? ഇനി അതിന്റെ 4ന് ശേഷം നമുക്ക് പോയിന്റ് വന്ന രീതിയിലേക്ക് നമ്മൾക്ക് എഴുതണം. അപ്പൊ 0.4909 ആണ്. അപ്പൊ 4ന് ശേഷം പോയിന്റ് വന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം. അപ്പൊ ഒരു തവണ റൈറ്റിലേക്ക് ജമ്പ് ചെയ്തു. ഒരു തവണ റൈറ്റിലേക്ക് ജമ്പ് ചെയ്താൽ എന്താണ് പവറിന് വ്യത്യാസം വരുന്നത്? പവർ മൈനസ് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ 10⁻7 ആണ്. അപ്പൊ 10⁻7ലേക്ക് ഒരു തവണ ജമ്പ് ചെയ്ത കാരണം -1ഉം കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം മൈനസ് ചെയ്യും. അപ്പൊ 10⁻8 ആയിരിക്കും ഇവിടുത്തെ പവർ. അപ്പൊ അതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഇങ്ങനെ ഒരു 2 ഡിജിറ്റ് നമ്മൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ 10ന്റെ പവർ ഇല്ലേ, ഈ 10ന്റെ പവർ സെയിം ആക്കണം. അപ്പൊ 10ന്റെ പവർ സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് 6.65 × 10⁻4. ഓക്കെ. ഇനി അടുത്തത് 8.95 × 10⁻3 ആണ്. അപ്പൊ ഈ 10⁻3 എന്നുള്ള പവറിനെ ഞാൻ 10⁻4 ആക്കാനായിട്ട് പോണേണ്. അപ്പൊ 10⁻4 ആക്കണം. അപ്പൊ 10⁻4 ആക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 8.95 × 10⁻3. അപ്പോൾ ഈ 10⁻3നെ 4 ആക്കണമെങ്കിൽ ഇവിടെ ഒരു 1 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഒരു 1ഉം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡിന്റെ ആ ഒരു സംഭവം, അതായത് ആഡ് ആവണമെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്കാണ്. അപ്പൊ ആഡ് ആവണമെങ്കിൽ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇരുന്ന പോയിന്റിനെ നമ്മൾ ബാക്കിലോട്ടേക്ക് മാറ്റണം. അപ്പൊ 0.85 × 10⁻4 എന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പൊ നമ്മളുടെ രണ്ട് പവേഴ്സും 10ന്റെ രണ്ട് പവേഴ്സ് ഇപ്പൊ എന്തായി 10⁴ എന്ന രീതിയിലേക്ക് മാറി. ഇനി നമ്മൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം 6.65 പ്ലസ് 0.895 അത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്യുക. പിന്നെ ഇൻറ്റു 10⁴ കോമൺ ആയിട്ട് വരും. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7.545 ഇൻറ്റു 10⁴. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴും. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണത്? ഇവിടെ 10⁻² ആണ്, ഇവിടെ 10⁻³ ആയിരുന്നു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ 10⁻³ 10⁻² ആക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ 10⁻³ 10⁻² ആക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ നിന്ന് എനിക്ക് ഒന്ന് ആഡ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 10⁻² ചെയ്യേണ്ടത് കിട്ടുള്ളൂ. അപ്പൊ ആഡ് ആകണ എപ്പോഴാണ് നമുക്ക് ആഡ് ആവുന്നത്? ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ആഡ് ആവുന്നത്. അപ്പൊ 4.8ന്റെ പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.48 നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. എന്നിട്ട് കോമൺ ആയിട്ട് ഇൻറ്റു 10⁻². അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇനി സയന്റിഫിക് നൊട്ടേഷൻ. ഇനി ഈ ഒരു സംഭവം ഇത് സയന്റിഫിക് നൊട്ടേഷനിലേക്ക് ഇതൊരു മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് സയന്റിഫിക് നൊട്ടേഷനിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഓർക്കും ഇതിൻ്റെ അകത്ത് എവിടെയാണ് പോയിന്റ്, എങ്ങോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതില് പോയിന്റ് എപ്പോഴും വരുന്നത് ലാസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. അതായത് ഇതിന്റെ അർത്ഥം ഇപ്പൊ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.0 എന്ന് പറഞ്ഞാലും 1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണ പോലെ വിചാരിക്കാം. അപ്പൊ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്? 1 2 3 4 5 6 6 തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 6 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കാരണം 10⁻6 വന്നു. അതേപോലെ ഇവിടെ നമുക്ക് കുഴപ്പമില്ല, ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ട്. അപ്പൊ 4ന് ശേഷമാണ് പോയിന്റ് വരേണ്ടത്. അപ്പൊ 1 2 3 അപ്പൊ റൈറ്റിലേക്ക് മൂവ് ചെയ്ത കാരണം 10⁻³ അപ്പൊ അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് തന്നെ ചെയ്ത് നോക്കുക ഈ 5 എണ്ണം. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ ഓരോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത് ഏകദേശം ഒരു 1.7, രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയത് 1.8, പിന്നെ 1.9. ഈ ഒരു ഓർഡറിലാണ് പോകണമെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് സെർട്ടൻ ആയിട്ടുള്ളൊരു നമ്പറാണ്. ഈ പോയിന്റിന് ശേഷം വരുന്നതാണ് ഈ അൺസെർട്ടൻ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർട്ടനും അൺസെർട്ടൻ ആയിട്ടുള്ള ആ ഒരു ഫിഗേഴ്സ്, ഇങ്ങനെ ഇതിന് രണ്ടിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ അൺസെർട്ടനിറ്റി ഇൻ എ മെഷർമെൻറ്റ് ഓർ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഷോൺ ബൈ എ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മെഷർമെൻറ്റിൻ്റെ അൺസെർട്ടനിറ്റി ആണ് കാണിക്കുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടനിറ്റി പ്ലസ് 1 ഡിജിറ്റ് വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ഓർ അൺസെർട്ടൻ. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സീറോ ഡിജിറ്റ്, എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അതായത് 0 ഇല്ലെങ്കിൽ അതെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 235 എത്ര സിഗ്നിഫിക്കൻ്റ് നമ്പറാണുള്ളത്? 1 2 3 3 സിഗ്നിഫിക്കൻ്റ് നമ്പറാണ് 235 ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇതിൽ 0.25 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 0.25 നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഏതാണ്? 2ഉം 5ഉം ആണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അങ്ങനെ നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സ് എല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റൂൾ. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അതായത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുമ്പേ ഉള്ള സീറോസ് എല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ സീറോസിനെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് സീറോസിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? പ്രിസീഡിംഗ് ആയിട്ടുള്ള സീറോസിനെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലീഡിങ് സീറോസിനെ, അതായത് നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള ലീഡിങ് സീറോസിനെ നമ്മൾ എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യരുത്. അപ്പോൾ ഇതിൽ ആകെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 0.03യിൽ ഈ ഒരു 3 മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ രണ്ട് സീറോസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്, ഇതിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്, ഇതിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്. ഇനി തേർഡ് റൂളിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, അതായത് സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ്, അതായത് 2 നോൺ സീറോ ഡിജിറ്റ്സിൽ ഇടയിലുള്ള സീറോസ് എന്തായിരിക്കും, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ലീഡിങ്ങിലാണ് വന്നിരുന്നെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ബിറ്റ്വീൻ ആണ് നമ്മൾ വന്നതെങ്കിൽ, സീറോസ് ബിറ്റ്വീൻ ആണ് വന്നതെങ്കിൽ അതെന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 2.005, അപ്പോൾ ഇതിൽ 2 നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് തന്നെ സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തതിലും 4 ഉണ്ട്, അടുത്തതിൽ എത്ര ഉണ്ട്, 5 ഉണ്ട്. പിന്നെ ഇവിടെ എത്ര ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വേണമെങ്കിൽ വരാം. ഈ ഒരു കേസിൽ 3.070യിൽ 2 നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 3ഉം 7 ആണ് വരുന്നത്. അപ്പോൾ 307, ഈ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇതെന്താണ് നമ്മൾ കൂട്ടിയതെന്ന് ഒരു ഡൗട്ട് വരാം. അതാണ് നമ്മളുടെ അടുത്ത റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് റൂൾ പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറോസ് അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ റൈറ്റിൽ വന്ന നമ്പർ എന്താണ്, റൈറ്റിൽ വന്ന സീറോസ് എല്ലാം എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0.200യിൽ ഈ 2 സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് വരുന്നതാണ് ഈ 100 എന്ന് പറയുന്നത്. അതുകൊണ്ട് 100 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. 100ൽ നമുക്ക് റൈറ്റിലോട് 2 സീറോസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100നെ നമുക്ക് 1 into 10⁻² എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു എക്സ്പൊണൻ്റ് വന്നതാണെങ്കിൽ, ഇങ്ങനെ 10⁻n എക്സ്പൊണൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആകെ ഒരു ഒറ്റ നോൺ സീറോ ഡിജിറ്റ് ആയിട്ടുള്ള 1 മാത്രമാണ് 100നുള്ളത്. അതുകൊണ്ട് 1 എന്ന് പറയുമ്പോഴത്തേക്കും അതൊരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ടാണ് 100നെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 100ന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 100ന് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പക്ഷേ ഈ 100 വെറുതെ തന്നു കഴിഞ്ഞാലാണ് ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്. പക്ഷേ ഇപ്പോൾ 100ൻ്റെ അടുത്തൊരു പോയിന്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 1ന് റൈറ്റിലോട്ടുള്ള സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മൊത്തം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഈ 100 പോയിന്റിനുള്ളത്. അതേപോലെ തന്നെ 100.0 വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഡെസിമൽ പോയിന്റ് ഈ 100ന് ശേഷം വന്നു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 100.0ൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. അപ്പോൾ 100നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യലായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ 100നെ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ എഴുതാം, ഈ ഒരു ബോക്സ് ഇതൊന്ന് നോക്കുക. അതായത് 100നെ നമുക്ക് 1 into 10⁻² എന്ന് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഇവിടെ ഉള്ളത്. ഈ എക്സ്പൊണൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പിന്നെ 100നെ നമുക്ക് 1.0 into 10⁻² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 1.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 തന്നെയാണ്. അത് ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 1ഉം പോയിന്റ് ശേഷമുള്ള റൈറ്റ് സൈഡിലുള്ള സീറോയെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഏതാണ്, ഈ ബോക്സ് ഫുള്ളായിട്ടൊന്ന് നോക്കുക. ഈ ബോക്സിൽ ഇനി അടുത്തതിൽ പറയുമ്പോൾ 1.00 into 10⁻². അപ്പോൾ ഈ ഒരു സംഭവം ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഇതിന് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, ഒരു നമ്പർ ഓഫ് ഒബ്ജക്ട്സിനെ നമ്മൾ കൗണ്ട് ചെയ്യണ കേസിൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 2 ബോൾസോ അല്ലെങ്കിൽ 20x അങ്ങനെ, ഫോർ എക്സാമ്പിൾ 2 ബോൾസ് അല്ലെങ്കിൽ 20x അങ്ങനെ നമുക്ക് പറയുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഇൻഫിനിറ്റ് കേസിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ 2 എന്ന് പറയണത്
എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? 2നെ നമുക്ക് 2.0 എന്ന് എഴുതാൻ പറ്റും, 2.00 എന്ന് എഴുതാൻ പറ്റും, 2.000 എന്ന് എഴുതാൻ പറ്റും. അതായത് എത്ര 2 പോയിന്റിന് ശേഷം എത്ര സീറോസ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈ കൗണ്ടിങ് ഒബ്ജക്ട്സിന് നമ്മൾക്കുണ്ട്. അപ്പോൾ കൗണ്ടിങ് ഒബ്ജക്ട്സിൻ്റെ കേസിൽ സീറോസ് എത്രയാണ് വരുന്നത്? സീറോസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിൽ എത്രയാണ്? ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. ഇനി വരുന്നതാണ് പ്രിസിഷനും ആക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷനും ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് വിചാരിക്കാം. അപ്പം എൻ്റെ ഒരു ടാർഗറ്റ് വാല്യൂ 5 ആണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാവർക്കും 5 തന്നെയാണ് കിട്ടിയെങ്കിൽ അതിനെന്താണ്? ഹൈ പ്രിസിഷനും ഹൈ ആക്യുറേറ്റും ആണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയ വാല്യൂ 5 ആണെങ്കിൽ അതിന് ഹൈ പ്രിസിഷനും ആണ്, ഹൈ ആക്യുറസിയും അതിനുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവർക്കും കിട്ടിയത് ഏകദേശം ഒരു 4.1, 4.2, 4.3, 4 അങ്ങനെ എല്ലാവർക്കും ഒരു 4 പോയിന്റിൻ്റെ ഇടയിലാണ് കിട്ടുന്നത്. അതായത് 5ലോട്ട് വന്നിട്ടില്ല, 4ൽ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് 5ലോട്ട് വന്നിട്ടില്ല പക്ഷേ 4ൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ പറയണതാണ് എന്ത്? പ്രിസിഷൻ കൂടുതലാണ്. കാരണം എന്താണ്? എല്ലാവർക്കും 4ൻ്റെ അടുത്താണ് കിട്ടണം, 4. അപ്പോൾ പ്രിസിഷൻ അവിടെ ഉണ്ട്, പക്ഷേ ആക്യുറസി നമുക്ക് വേണ്ടത് 5 അല്ലേ, 5ലോട്ട് എത്തിയിട്ടുമില്ല. അപ്പോൾ അതിന് ഹൈ പ്രിസിഷൻ ആണ്. എല്ലാവർക്കും ഒരേപോലെ കിട്ടിയാൽ ഹൈ പ്രിസിഷൻ ആണ്, പക്ഷേ ആക്യുറസി അവിടെ ലോ ആണ്. അതാണ് ഹൈ പ്രിസിഷനും ലോ ആക്യുറസി എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തത് ലോ പ്രിസിഷനും ഹൈ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വാല്യൂസ് കിട്ടുന്നത്. പക്ഷേ എന്താണ്? ചിലതെല്ലാം അതിനകത്ത് മോസ്റ്റ് ആയിട്ടുള്ള വാല്യൂസും ഏകദേശം ഈ ഒരു 5ൻ്റെ അടുത്തായിട്ടുള്ള ഒരു വാല്യൂസാണ് കിട്ടുന്നത്. അതായത് ചിലർക്കൊരു 4.8, 4.7 അങ്ങനെയൊക്കെ വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എന്താണ്? ചിലവർക്ക് ഒരു 3 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹൈ ആക്യുറസി ഉണ്ട്, പക്ഷേ പ്രിസിഷനായിട്ട് ഒരേപോലെ എല്ലാവർക്കും കിട്ടണില്ല. ആ റേഞ്ചിൽ ആ ഒരു 4.9 ആ ഒരു റേഞ്ചിൽ എല്ലാവർക്കും കിട്ടണില്ല, അല്ലെങ്കിൽ 5 റേഞ്ചിൽ എല്ലാവർക്കും കിട്ടണില്ല. അങ്ങനെയുള്ളതാണ് ഹൈ ആക്യുറസി ലോ പ്രിസിഷനും. ഇനി അവിടെ ഇവിടേക്ക് തോന്നണ പോലെയാണ് വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ്? ലോ പ്രിസിഷനും ലോ ആക്യുറസിയും ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു 2 ഗ്രാമുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം, ഒരു സൊല്യൂഷനോ 2 ഗ്രാമുള്ളത് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. അതാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് എക്ക് കിട്ടിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1.95 1.93 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 1.95 1.93. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1.9ൻ്റെ ഇടയിലായിട്ട്, രണ്ടും 1.9ൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ എന്താണ്? 2ൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ 1.94 ആണ്, പക്ഷേ 2ൻ്റെ അടുത്തോട്ട് ഒട്ടും വന്നിട്ടില്ല. ഒരു 1.99 ഒക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ. അപ്പോൾ ഇതെന്താണ്? പ്രിസൈസ് ആണ്. അതായത് 1 ഇടയിൽ കിടക്കുന്നുണ്ട് വാല്യൂ. അപ്പോൾ പ്രിസൈസ് ആണ്, പക്ഷേ നോട്ട് ആക്യുറേറ്റ് അല്ല. ഇനി സ്റ്റുഡൻറ്റ് ബിക്ക് കിട്ടിയത് ഒരെണ്ണം 1.94ഉം ഒരെണ്ണം 2.05ഉം. അപ്പോൾ അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ 1.995 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 1.94ഉം 2.05ഉം. അപ്പോൾ 1.94ഉം 2.00 എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെ ദിക്കിലായിട്ടാണ് കിടക്കുന്നത്. 2ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നെയ്തർ പ്രിസൈസും നോർ ആക്യുറേറ്റും ആണ്. ഇനി അടുത്തത് സ്റ്റുഡൻറ്റ് സിക്ക് കിട്ടിയത് 2.01, ജസ്റ്റ് ഒരു പൊടിക്ക് വേരിയേഷനേ വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് 1.91. അപ്പോൾ അതെന്താണ്? ഇത് പ്രിസൈസും ആണ്, ബോത്ത് ആക്യുറേറ്റും ആണ്. അപ്പോൾ എന്താണ് പ്രിസൈസും ആക്യുറേറ്റും എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡെഫിനിഷനും കൂടി തന്നിട്ടുണ്ട്. പ്രിസിഷൻ മീൻസ് ഹൗ ക്ലോസ് ദ മെഷർമെൻറ്റ്സ് ആർ ഈച്ച് അതർ. മെഷർമെൻറ്റ്സ് എന്തോ അടുത്തായിട്ടുള്ളതാണ്, അതാണ് പ്രിസിഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് us about the consistency of the results. ഇനി ആക്യുറസി എന്ന് പറയുന്നത്, ആക്യുറസി മീൻസ് ഹൗ ക്ലോസ് ദ മെഷർമെൻറ്റ്സ് ആർ ടു ദ ട്രൂ വാല്യൂ ആൻഡ് ഇറ്റ് ടെൽസ് us about how correct the results are. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ചില റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം.
അപ്പോൾ ഇതൊന്ന് വായിക്കുക. ഇപ്പോൾ നമ്മൾക്ക് അഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് 1.386 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1.386ൽ നമ്മൾ ഈ 6 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 5 അല്ലേ? അപ്പോൾ 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അങ്ങനെ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ആ 6നെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള നമ്പർ, അതായത് 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? 1.39 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താ നോക്കേണ്ടത്? 5നേക്കാളും കൂടുതലാണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ ആ നമ്പർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള നമ്പറിനൊപ്പം 1 ആഡ് ചെയ്യുക. ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു 4.334 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4 എന്ന് പറയുന്ന ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് 5നേക്കാളും കുറവായിട്ടുള്ള ഡിജിറ്റാണ്. അങ്ങനെ കുറവായിട്ടുള്ള ഡിജിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതുക, 4.33. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 5 എക്സാക്റ്റ് 5 ആയിട്ടുള്ളൊരു ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക, അതായത് 6.35. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5നെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ 5നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മുന്നേ ഉള്ള നമ്പർ ഓഡാണ് ഈവൻ ആണ് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അത് ഓഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുക. ഇവിടെ 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഓഡ് ആയതുകൊണ്ട് 3ൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുമ്പോൾ 6.4 കിട്ടും. അഥവാ ഇപ്പോൾ ഈവൻ ആണെങ്കിൽ എന്താണ്? ഈവൻ ആണെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നുമില്ല. 6.25 ആണെങ്കിൽ ആ 5നെ റിമൂവ് ചെയ്തിട്ട് 6.2. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇത് ജസ്റ്റ് റൗണ്ട് ഓഫ് റൂൾസ് ആണ്. ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലുള്ള നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യണമെന്ന് നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഒരു 3 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 31.122 ആണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 31.1 ആണ്. ഇത്രയും എഴുതിയാൽ മതി. അതെന്താണ് അങ്ങനെ എഴുതണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു റൂൾ ഉണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന 3 വാല്യൂസിലും ഏത് വാല്യൂ ആണ് ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 18.0. ലീസ്റ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസിമലിന് ശേഷം ലീസ്റ്റ് നമ്പേഴ്സ് ഉള്ളതാണ് ലീസ്റ്റ് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞത് ഈ ഒരു കേസിൽ. അപ്പോൾ ഈ ഒരു കേസിൽ ഡെസിമലിന് ശേഷം ലീസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാണുള്ളത് അങ്ങനത്തെ വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ളത് 18.0 ആണ്. അപ്പോൾ ഈ 18.0 പോയിന്റിന് ശേഷം, അതായത് ഡെസിമലിന് ശേഷം എത്ര നമ്പർ ആണുള്ളത്? ഒരൊറ്റ നമ്പറേ ഉള്ളൂ, അതായത് 0. ഒറ്റ വാല്യൂ ആണ് അവിടെ ഉള്ളത്, അതാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ വാല്യൂ ഉള്ളത് കാരണം ആൻസറിൽ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിന് ശേഷം ഒരു വാല്യൂ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണ് അഡീഷൻ്റെ കേസ് വരുന്നത്. അതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ്റെ കേസും വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, സബ്ട്രാക്ഷനിൽ 4.2, അതായത് ഡെസിമലിന് ശേഷം ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അതാണ് ലീസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഡെസിമലിന് ശേഷം 2 വാല്യൂ ഉണ്ട്, അത് ഗ്രേറ്റർ ആണ്. അപ്പോൾ ഈ ഡെസിമലിന് ശേഷം ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആൻസറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഡെസിമലിന് ശേഷം ഒരൊറ്റ വാല്യൂ എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ആൻസർ ഇതാണ് കിട്ടുന്നതെങ്കിലും ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ ഡെസിമലിന് ശേഷം എന്ത് പാടുള്ളൂ? ഒരൊറ്റ വാല്യൂ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണ റൂൾ നമ്മൾ പഠിച്ചത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ 9.55 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് 5ൻ്റെ കേസിൽ എന്താണ്? 5ൻ്റെ കേസിൽ പഠിച്ചത് 5നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മുമ്പേ ഉള്ളത് ഓഡാണോ ഈവൻ ആണോ നോക്കും. ഇവിടെ ഓഡായത് കാരണം +1 ആഡ് ചെയ്തിട്ട് 9.6 കിട്ടി. എന്തിനാണ് നമ്മൾ 9.6 എഴുതിയത്? ഒറ്റ വാല്യൂ എന്തുകൊണ്ട് എഴുതിയത് പോയിന്റിന് ശേഷം? കാരണം ഇവിടെ ലീസ്റ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ഉള്ളെങ്കിൽ അതായിരിക്കും ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2.1, അതുകൊണ്ടാണ് ഇവിടെ 9.6 വന്നത്. അതേപോലെ തന്നെയാണ് ഇതും നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2.5 ഇൻറ്റു 1.25 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് പോയിന്റിന് ശേഷം കുറവുള്ളത് അങ്ങനെയല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് ഏതിനാണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഇതിൽ
2.5 ഉണ്ട്, 1.25 ഉണ്ട്. അപ്പോൾ ഇതിൽ 2.5 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്? 2 സിഗ്നിഫിക്കൻറ്റ്, 2ഉം 5ഉം 2 സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 1.25 3 സിഗ്നിഫിക്കൻ്റ് ആണുള്ളത്. അപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് ഏതാണ്? 2.5 ആണ്. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ 3.125 കിട്ടിയെങ്കിലും നമ്മളുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആയത് കാരണം നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതണം? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള രീതിയിലോട്ട് അത് നമ്മൾ ചുരുക്കി എഴുതണം. അപ്പം നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3.1 ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വേണം നമ്മൾ ഇതിനെ എഴുതാൻ. അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴും ആ ഒരു റൂൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതായത് 8.50 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 2.3 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് എന്ന് പറയുന്നത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6956 ആണ് കിട്ടുന്നതെങ്കിലും നമ്മളുടെ ഫൈനൽ ആൻസർ എഴുതുമ്പോഴത്തേക്കും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള രീതിയിലേക്ക് വേണം നമ്മളിതിനെ എഴുതാൻ. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ എന്തോരം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ 246.32 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അങ്ങനെ അടുത്തതിൽ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. പിന്നെ 4 ഇതിൽ നമുക്ക് ലീഡിങ് സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അങ്ങനെ എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ അഡീഷൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇതിൽ ഡെസിമലിന് ശേഷം വാല്യൂ കുറവുള്ള ഏതാണോ അത്രയും വേണം ആൻസറിലേക്ക് വരുമ്പോഴത്തേക്കും എഴുതാൻ. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവുള്ളത് 135.0 ആണ്. അപ്പോൾ ഡെസിമലിന് ശേഷം ഒരൊറ്റ വാല്യൂ വന്ന രീതിയിലേക്ക് വേണം ആൻസർ എഴുതാനായിട്ട്. അതേപോലെ തന്നെ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അലൗഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഏത് വാല്യൂവിനാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് ആ ഒരു രീതിയിലേക്ക് വേണം ആൻസർ എഴുതാനായിട്ട്. ഇവിടെ 3.8 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ ലോവസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിനാണോ അതിന് അങ്ങനെ ആ ഒരു രീതിയിൽ വേണം ആൻസർ എഴുതാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനിവിടെ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു യൂണിറ്റിനെ വേറൊരു യൂണിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺവേർഷൻസ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ഇതെല്ലാം നോക്കി വെക്കുക. ഇനി ഒരു ദിവസം എത്ര മണിക്കൂറാണുള്ളത്? 24 hours. ഇനി ഒരു ദിവസം എത്ര മിനിറ്റ്സ് ആണുള്ളത്? അത് 1440 മിനിറ്റ്സ്. ഇനി ഒരു ദിവസം എത്ര സെക്കൻഡ്സ് ആണുള്ളത്? 86,400 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ അനാലിസിസ്? ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തന്നെയാണ് നമ്മൾ ഫാക്ടർ ലേബൽ മെത്തേഡ് അല്ലെങ്കിൽ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഒരു പ്രോബ്ലംസ് വന്നിട്ട് നിങ്ങളോട് പറയണതാണ് ഇത് ഫാക്ടർ ലേബൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ യൂണിറ്റ് കൺവേർഷൻസ് നടത്തുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നാണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ ഡയമെൻഷണൽ അനാലിസിസിൽ സിമ്പിളാണ്, ജസ്റ്റ് ഒരു യൂണിറ്റിൽ വേറെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. പക്ഷേ ഇതിന് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടണമെന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഒരു പീസ് ഓഫ് മെറ്റൽ, ഒരു മെറ്റലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, 3 ഇഞ്ച് ലോങ് ഉള്ള ഒരു പീസ് ഓഫ് മെറ്റലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെ നമുക്ക് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? സെൻറ്റിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തറിയാം? 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2.54 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് 3 ഇഞ്ച് എത്രയെന്നാണ്. അപ്പോൾ 3 ഇഞ്ച് എത്രയാണ്? 3 ഇഞ്ച് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അതായത് 3 × 2.54 ഈക്വൽ ടു x × 1. അപ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1 ഇവിടെ വരുമ്പോഴത്തേക്കും 1 അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 3 × 2.54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടണത്?
7.62 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലല്ല നമ്മൾ ഈ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് അറിയാവുന്നത്, 1 ഇഞ്ച്, 1 ഇഞ്ച് എന്ന് പറയുന്നത് എന്താ 2.54 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 1 ഇഞ്ച് ബൈ 2.54 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 ആണ്. അല്ലെങ്കിൽ 2.54 സെൻറ്റിമീറ്റർ ബൈ 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1 ആണെന്നാണ് ഇവരുടെ കൺസെപ്റ്റ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്കെയില്, എന്തെങ്കിലും ഒരു സംഭവം, ഒരു മെറ്റൽ നമ്മൾ അതിനെ മെഷർ ചെയ്തിട്ട് അതിന് 1 ഇഞ്ചാണ് അല്ലെങ്കിൽ 2.54 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്, സെയിം മെഷർമെൻ്റ് ആണ്. അതിന് നമ്മൾ പല യൂണിറ്റിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അത് ഡിഫറെൻറ്റ് യൂണിറ്റിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 ഇഞ്ച് ബൈ 2.54 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 എന്നും അല്ലെങ്കിൽ 2.54 സെൻറ്റിമീറ്റർ ബൈ 1 ഇഞ്ച് ഈക്വൽ ടു 1 എന്നും നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏത് യൂണിറ്റിലേക്കാണോ ആൻസർ വേണ്ടത്, ഇവിടെ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് ആൻസർ വേണ്ടത്. അപ്പോൾ ഏത് യൂണിറ്റിലാണോ ആൻസർ വേണ്ടത് ആ യൂണിറ്റ് ന്യൂമറേറ്ററിൽ വന്നത് ഏത് ഇക്വേഷനിലാണോ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന മെഷർമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടി ഇത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ 3 ഇഞ്ചിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, സെൻറ്റിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റിമീറ്റർ ന്യൂമറേറ്ററിൽ വരുന്ന ഇക്വേഷൻ ഏതാണ്, 2.54 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഇഞ്ച്. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ 3 ഇഞ്ചിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 3 ഇഞ്ച് ഇൻറ്റു 2.54 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഇഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് തന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. അത് ഇൻറ്റു ന്യൂമറേറ്ററിൽ സെൻറ്റിമീറ്റർ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഇഞ്ച് എന്നാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ബോത്ത് ഇഞ്ചും ക്യാൻസൽ ആയിട്ട് പോകും. അങ്ങനെ നമുക്ക് ആൻസർ 3 ഇൻറ്റു 2.54 7.62 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതിൽ വരുമ്പോഴത്തേക്കും ഒരു ജഗ്ഗിൽ 2 liters ഓഫ് മിൽക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് മീറ്റർ ക്യൂബിലേക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ബുക്കിൽ NCERT കൊടുത്തിട്ടുള്ളത് 2 സ്റ്റെപ്പായിട്ടാണ്. അതായത് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് അടുത്ത യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഓൾറെഡി 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് ബൈ 1000 ലിറ്റർ ഈക്വൽ ടു 1 ആൻഡ് 1000 ലിറ്റർ ബൈ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1, അതായത് യൂണിറ്റ് ഫാക്ടർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്, 2 ലിറ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു 2 ലിറ്ററിനെ മീറ്റർ ക്യൂബ് ന്യൂമറേറ്ററിൽ വരുന്ന ഇക്വേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/1000 മീറ്റർ ക്യൂബ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10 ക്യൂബാണ്. ആ 10 ക്യൂബിനെ നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും 10⁻³ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത്, ഹൗ മെനി സെക്കൻഡ്സ് ആർ ദർ ഇൻ 2 days? 2 days എത്ര സെക്കൻഡ്സ് ആണുള്ളത്? അപ്പോൾ നമുക്കറിയാം 1 ഡേയിൽ 86,400 സെക്കൻഡ്സ് ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 രീതിയിൽ എഴുതാം. എന്നിട്ട് നമ്മൾക്ക് ആൻസർ എന്തിലാണ് വേണ്ടത്, സെക്കൻഡ്സിലാണ് വേണ്ടത്. ആൻസർ സെക്കൻഡ്സിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സെക്കൻഡ്സ് മുകളിൽ വരുന്ന ന്യൂമറേറ്ററിൽ വരുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ 2 ഇൻറ്റു 86,400 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ 1 ഡേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് എന്ത്, 1,72,800 സെക്കൻഡ്സ്.